ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് നമ്പർ 3യുടെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ റിവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, 2 എപ്പിസോഡുകളും കണ്ടിട്ടുള്ള ആളുകളാണ്. ഇന്ന് നിങ്ങൾ എപ്പിസോഡ് കണ്ടിട്ടുള്ള ആളുകളായിരിക്കും, കാണാത്തവരായിരിക്കാം. അങ്ങനെ നമ്മുടെ കണ്ടസ്റ്റൻസ് ഒക്കെ ഒന്ന് അടിച്ച് നനച്ച് കുളിച്ചു കേട്ടോ. എല്ലാവരും വേറെ ഡ്രസ്സിൽ ഇന്ന് കാണാൻ പറ്റി, വൈകുന്നേരത്തോടു കൂടിയാണ്. പക്ഷേ ശാരിക ഇപ്പോഴും ആ പഴയ ഡ്രസ്സ് തന്നെ ഇട്ടിട്ടാണ് നടക്കുന്നത്. 7ൻ്റെ പണിയെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ കുളിക്കാതെ ചീഞ്ഞ് നാറുന്ന പണിയായിരിക്കുമെന്ന് സ്വപ്നത്തിൽ കൂടെ വിചാരിച്ചില്ല കേട്ടോ. രാവിലെ തന്നെ ഭരണം വേണ്ടപ്പ 6 ഭരണത്തെയാണോ ഉദ്ദേശിച്ചത്, അനീഷിൻ്റെ ഭരണത്തെയാണോ, ഇനി ബിഗ് ബോസ് സ്വന്തം ഭരണത്തിനെ പറ്റിയാണോ എന്നറിയില്ല. ഈ ഒരു പാട്ടിലാണ് അവർ ഡാൻസ് വെച്ച് തുടങ്ങിയത്. അപ്പം ഈ ഒരു പാട്ട് ഡാൻസ് എല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അനീഷ് എഗൈൻ നമ്മുടെ മലയാളത്തിൻ്റെ സംരക്ഷകനായി മാറിയിരിക്കുകയാണല്ലോ. ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും സുപ്രഭാതം എന്ന് തന്നെ പറയണം എന്നാണ് അനീഷ് വാശി പിടിക്കുന്നത്. അപ്പം നമ്മുടെ ബിന്നി അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, ചേട്ടന് എന്താ എന്തെങ്കിലും പറയുമ്പോഴേക്കും ഇങ്ങനെ നടന്നു കളയുന്നേ, ഓരോ ആളുകളുടെ ഇഷ്ടമല്ലേ എങ്ങനെയാണ് പറയണ്ടേ, അതാണ് ചേട്ടൻ ഇങ്ങനെ ഒന്നും സംസാരിക്കുമ്പോൾ കേൾക്കാതിരിക്കുന്നത് എന്താ, ഞാനിപ്പോൾ ദോശ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ പരത്തിക്കൊണ്ടിരിക്കുകയല്ലേ, ഇപ്പം എന്തിനോട് സംസാരിക്കുന്നത്, അത് ചേട്ടൻ ഇപ്പോഴേ ഒന്ന് നിന്ന് കാണുള്ളൂ, അല്ലെ ചേട്ടൻ ഈ ക്യാമറയുടെ മുന്നിൽ കൂടി ഇങ്ങനെ നടക്കുമല്ലേ, അപ്പം പിന്നെ ഞങ്ങൾ എങ്ങനെ പറയും, അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അനീഷ് എഗെയിൻ മിണ്ടാതെ നിൽക്കുന്നു. അത് അനീഷിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്. അനീഷ് മറ്റേ ആളുടെ പുറത്ത് എല്ലാ ആരോപണങ്ങളും ഇട്ടിട്ട് മിണ്ടാതെ നിൽക്കും, അല്ലെങ്കിൽ നടന്നു കളയും. ദോശ ചുട്ടുകൊണ്ടാണെന്ന് അറിയില്ല, അനീഷ് നടന്നില്ല കേട്ടോ, അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പാടില്ല, സുപ്രഭാതം എന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് അനീഷ് അങ്ങോട്ട് പറയുന്നു. അത് കേട്ട അപ്പാനി ശരത്ത് ഏറ്റുപിടിക്കുന്നു. അപ്പാനി ശരത്ത്, നീ ആരാടാ ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി, ഞങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടത്, നീ ഞങ്ങളെ പഠിപ്പിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബിഗ് ബോസിന് തന്നെ അന്തം വിട്ടുപോയി കേട്ടോ, രാവിലെ ഇവരൊക്കെ കാണിച്ചു കൂട്ടിയ കോലാഹലങ്ങൾ കണ്ടിട്ട്. അതിനുശേഷം അക്ബർ വരുന്നു. അക്ബർ ശരിക്കും എരുതിയിൽ എണ്ണ ഒഴിക്കാൻ ഒരു നല്ല സ്ട്രാറ്റജി ആയിട്ടാണ് നടക്കുന്നത് കേട്ടോ. എല്ലാ ഇൻസിഡൻസ് നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ബാക്ക്ഗ്രൗണ്ടിൽ അക്ബറിൻ്റെ ചില കമൻസും അക്ബറിൻ്റെ ചില ബോഡി ലാംഗ്വേജസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അത് ആക്ച്വലി കൊള്ളാം, നല്ലതാണല്ലോ അല്ലേ. ഒരു തീ കത്തുമ്പോൾ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്താൽ തീ ആളി കത്തുമല്ലോ. എല്ലാ ടൈപ്പ് പേഴ്സണാലിറ്റീസിനെയും നമുക്ക് ബിഗ് ബോസിലല്ലേ കാണാൻ പറ്റുക. അപ്പം അങ്ങനെ ഈ ഒരു സംഭാഷണങ്ങൾ പോകുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അനു വളരെ സാധാരണ രീതിയിൽ ഷാനവാസിൻ്റെ അടുത്ത് അപ്പാനി ശരത്തിൻ്റെ അടുത്തും സംസാരിക്കുകയാണ്. അപ്പാനി ശരത്തിന് ഭയങ്കരമായിട്ടുള്ള കഴുത്ത് തന്നെയാണ്, അതിനെപ്പറ്റിയാണ് ഡിസ്കഷൻ. അപ്പോൾ അനു പറയുന്നുണ്ട്, ചേട്ടാ അതൊന്നും സാരമില്ല, മരുന്നൊന്നും കഴിക്കണ്ട, ജസ്റ്റ് ആവി പിടിക്കുകയോ തിരുമ്പുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഡോക്ടറെ കാണണ്ടേ, ഡോക്ടറെ കാണാതൊക്കെയാണോ ചെയ്യുന്നത് എന്നൊക്കെ ഷാനവാസ് തിരിച്ചു ചോദിക്കുമ്പോൾ ഡോക്ടറിനെ ഒന്നും കാണേണ്ട കാര്യമില്ല, അവരൊക്കെ വെറുതെ എഴുതി തരും, ഇതൊക്കെ ചെയ്താൽ മതി. അതായത് ഇങ്ങനത്തെ ഒറ്റമൂലിയൊക്കെ മതി. ഇത് നാടൻ സംഭാഷണ രീതി പോലെ അനു അങ്ങ് പറഞ്ഞു. പക്ഷെ അനു ഇത്രമേൽ സംഭാഷണത്തിനെ സ്ക്രീൻ ചെയ്യുന്ന ഒരു സ്റ്റേജിൽ നിൽക്കുന്നു എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുന്നുണ്ടാവില്ല. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ ഷാനവാസ് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കുരുമുളകും ഒക്കെ വാരിയിട്ട് അത് വേറെ ലെവലിലേക്ക് എത്തിച്ചു. അതിന് ഡോക്ടർ സമൂഹത്തിനെ മുഴുവൻ പുച്ഛിച്ചിരിക്കുകയാണ്. അവർ പൈസയ്ക്ക് വേണ്ടിയിട്ട് വെറുതെ മരുന്നിടുന്ന ആളുകളാണ് ഇത് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പൊലിപ്പിച്ചു കൊടുത്തു. ഇത് കേട്ട് നമ്മുടെ അക്ബറിൻ്റെ വൈഫ് ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ അക്ബർ എൻ്റെ വൈഫും ഡോക്ടറാണ് എന്ന് പറഞ്ഞു. അക്ബറിനത് നന്നായി അങ്ങോട്ട് ബോധിച്ചിട്ടില്ല. അക്ബർ വന്ന് ഏറ്റുപിടിച്ചു. അപ്പോൾ അവിടെ ഓൾറെഡി ഒരു ഡോക്ടർ ഉണ്ടല്ലോ, ബിന്നി സെബാസ്റ്റ്യനും അത് ഏറ്റുപിടിക്കുകയാണ് ഉണ്ടായത്. അപ്പം നീ അങ്ങനെ പറഞ്ഞത് ഒട്ടും ശരിയായില്ല. അപ്പം അനുവിന് സ്ട്രോങ് ആയിട്ട് നിന്ന് ആ ഒരു കാര്യം പറയാൻ കഴിയുന്നില്ല. ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിച്ചു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, വേണമെങ്കിൽ ബിഗ് ബോസ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, വേണമെങ്കിൽ സീൻ കാണിക്കും എന്നൊക്കെ പറഞ്ഞാൽ അനുവിനൊരു സീൻ ക്രിയേറ്റ് ചെയ്യാവുന്നതായിരുന്നു. പക്ഷേ അനു എന്ത് പറ്റിയെന്നറിയില്ല. എഗെയിൻ നമ്മൾ സ്റ്റാർ മാജിക്കിലൊക്കെ കണ്ടുവന്ന അനുവിനെ പോലെ തന്നെ അനു പെട്ടെന്ന് കരയുവാണ് ചെയ്തത്. ഞാനങ്ങനെ പറഞ്ഞില്ല എന്ന് പറഞ്ഞ അനു കരയുന്നുണ്ട്. അനു ആക്ച്വലി കരയില്ല എന്നൊക്കെ വീട്ടിൽ പ്രോമിസ് ചെയ്തിട്ട് വന്ന ആളാണ്, ഞാൻ കരയില്ല എന്ന് പറഞ്ഞ് നടന്നതാണ്. അപ്പോൾ അനുവിനെ കരയിക്കാൻ വേണ്ടിയിട്ട് ഷാനവാസ് ഇട്ടാണ് ഉള്ള ട്രയലായിരുന്നു. അപ്പോൾ നീ കരഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ച് ഷാനവാസ് കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് പോലെ കാണിക്കുന്നുണ്ട്. അനു കരഞ്ഞുകൊണ്ട് പോയി. അനുവിന് ഏറ്റവും വിഷമം കരഞ്ഞു പോയതും ഇങ്ങനെ പറഞ്ഞില്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റാത്തതുമാണ്. അനു ആക്ച്വലി കരയാതെ പറയാൻ ശ്രമിക്കേണ്ടതായിരുന്നു. ഓരോ ആളുകളുടെ പേഴ്സണാലിറ്റി ഇമോഷൻസൊക്കെ ഡിഫറെൻ്റ് ആണല്ലോ. അപ്പം നമുക്ക് അങ്ങനെ അതിൽ കൂടുതൽ പറയാൻ പറ്റില്ല. അപ്പോൾ അനു ഉടൻ തന്നെ കരഞ്ഞു മാറിപ്പോകുന്നു. അപ്പോൾ ഷാനവാസ് പുറകെ നടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അനു പോയിട്ട് ഒറ്റയ്ക്ക് ഒരു മൂലയ്ക്ക് പോയിരിക്കുകയാണ്, ഒരു പില്ലോ ഒക്കെ എടുത്ത് മുഖം മറച്ചു പിടിച്ചിട്ട്. അപ്പോൾ ഷാനവാസ് വന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്തിനാ കരയാൻ പോയത്, ഞാൻ അങ്ങനെ പറഞ്ഞോണ്ട് നീ കരഞ്ഞ എന്തിനാ, നീ കരയത്തില്ലെന്നൊക്കെയല്ലേ പറഞ്ഞത്, നീ ഒരു പെൺകൊച്ചല്ലേ, നീ എന്തിനാ കരയുന്നത്, എപ്പോഴും പെൺകുട്ടികളോട് നന്നായി സ്ട്രോങ് ആയിട്ടിരിക്കാനും പെൺകുട്ടികളോട് ഭയങ്കര സ്നേഹം ഉപദേശമൊക്കെ കൊടുക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഷാനവാസ് എന്ന് 2 ദിവസത്തെ എപ്പിസോഡിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഷാനവാസ് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അനു പറയുന്നുണ്ട്,
ഞാനങ്ങനെ പറഞ്ഞോ? ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം എന്തിനാ എന്നെപ്പറ്റി കള്ളം പറഞ്ഞ എന്തിനാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഷാനവാസ് അത് അനുവിൻ്റെ ഇമോഷൻസിന് ഒരു വിലയും കൊടുക്കുന്നില്ല, ജസ്റ്റ് കളിയാക്കിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ചില മനുഷ്യന്മാർ അങ്ങനെയാണ്, അവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സംസാരിച്ച് പിടിച്ച് നിൽക്കാൻ പറ്റണമെന്നില്ല, കരച്ചിൽ ഓട്ടോമാറ്റിക്കലി വരും. പിന്നെ അനുവിനെ നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ടുള്ളപ്പോഴൊക്കെ അനു ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊരു ഷോക്ക് ഉണ്ടായിട്ടില്ല. അനുവിനെ പല റിയാലിറ്റി ഷോകൾ സ്റ്റാർ മാജിക്കിൽ കൂടെ തന്നെ കണ്ട് പരിചയമുള്ള ആളുകൾക്ക് ഇത് വലിയൊരു ഷോക്കായിട്ട് തോന്നും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അനു ഇങ്ങനെ സംസാരിച്ച് വിഷമിച്ചു. ഷാനവാസ് അതിന് എക്സ്പ്ലനേഷൻ കൊടുത്തോണ്ടിരിക്കുമ്പോൾ നമ്മുടെ അപ്പാനി ശരത്തിൻ്റെ അടുത്ത് പോയിട്ട് അക്ബറും ബിന്നിയൊക്കെ ചോദിച്ചു ക്ലിയർ ചെയ്തപ്പോൾ അപ്പാനി ശരത്ത് പറഞ്ഞു അനു അങ്ങനെ പൈസ വാങ്ങിച്ചു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും കൂടെ കൂട്ടി നമ്മുടെ അപ്പാനി ശരത്തും അക്ബറും ബിന്നിയും ഷാരികയും എല്ലാവരും കൂടെ ഇവരിയ്ക്കുന്ന ആ സ്ഥലത്തേക്ക് വന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതിനെ പറ്റിയായി സംസാരം. അപ്പം ചേട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പാനി ശരത്ത് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അക്ബർ പറഞ്ഞു എന്തിനിങ്ങനെ ഫേക്കായിട്ട് സംസാരിച്ചു, കള്ളം പറഞ്ഞു. ബിന്നി പറഞ്ഞു അങ്ങനെ പറയാത്തൊരു സംഭവത്തിനെ പറ്റി പറയാൻ പാടില്ലായിരുന്നു. മനു പറയുന്ന പോയിന്റ് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ, കേൾക്കാത്തൊരു കാര്യത്തിന് മേലെ ചോദിക്കുമ്പോൾ അത് ക്ലിയർ ചെയ്യണ്ടേ എന്നൊക്കെയാണ് അനുവിൻ്റെ ഭാഗം. അങ്ങനെ അവർ തമ്മിലൊരു സംഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഷാനവാസിനെ നേരെ, ഷാനവാസ് കള്ളം പറഞ്ഞു എന്തിനാവശ്യമില്ലാത്തൊരു സംഭവം. എനിക്ക് അനു പറഞ്ഞപ്പം അനു അങ്ങനത്തെ ഒരു ടോണിൽ പറഞ്ഞു എന്നാണ് തോന്നിയത്. അങ്ങനെ ആദ്യം നമ്മൾ ഷാനവാസ് പറഞ്ഞത് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, അനു പൈസ വാങ്ങിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ലൈവിലും ഇതിൻ്റെ ടോക്കിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പാനി പറഞ്ഞു ഇല്ല അങ്ങനെ പറഞ്ഞു. ബിന്നിയും പറഞ്ഞു ഇല്ല നീ പറഞ്ഞു പൈസ വാങ്ങിച്ചിട്ട് ആണെന്നുള്ള ഒരു സംഭവം പറഞ്ഞു, ഷാനവാസിക്ക പറഞ്ഞു. അക്ബർ വെയിറ്റ് പറഞ്ഞു. അപ്പം പുള്ളി വേഗം അടുത്ത പ്ലേറ്റ് ഇട്ടു. ആ ഒരു ടോണിലാണ് അനു പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അത്രേ. അപ്പോൾ അവർക്കൊക്കെ ദേഷ്യം വന്ന് പെട്ടെന്ന് നമ്മുടെ ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് നടത്തി എത്രയും വേഗം മോർണിംഗ് ടാസ്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നേക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ മോർണിംഗ് ടാസ്കിന് വേണ്ടിയിട്ട് പോയി ഇരിക്കുകയാണ്. അപ്പോൾ അതിന് തൊട്ട് മുന്നേ നമ്മുടെ അനു ശൈത്യയോട് പറയുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്കാണെങ്കിൽ കരയുന്നതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്കിങ്ങനെ ഇഷ്ടമല്ല ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ആളുകൾ ഓരോന്നൊക്കെ പറയും, ദേഷ്യപ്പെട്ട അഹങ്കാരി എന്ന് പറയും, മിണ്ടാതിരുന്ന വാഴയെന്ന് പറയും. അപ്പോൾ എന്തോ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എനിക്ക് കരയണ്ട, ഞാൻ ഇനി കരയില്ല, ഞാൻ സ്ട്രോങ് ആവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനു സ്ട്രോങ് ആയാൽ അനുവിന് കൊള്ളാം. അപ്പോൾ അതിനുശേഷം അവർ മോർണിംഗ് ആക്ടിവിറ്റിയിൽ പോവുകയാണ്. അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ബിഗ് ബോസിൽ ഇൻ്റർവ്യൂവിനൊക്കെ വന്നപ്പോഴത്തേനും നിങ്ങൾ കണ്ടതല്ലേ കാര്യങ്ങളൊക്കെ, അതുപോലെ ബിഗ് ബോസിനെ പറ്റി നിങ്ങൾക്ക് അറിയില്ലേ, രാവിലെ എന്താണ് നടന്നത് എനിക്കൊന്നും മനസ്സിലായില്ല. നിങ്ങളോട് എല്ലാവരും പറയുമല്ലോ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെന്നൊക്കെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളിവിടെ സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് രാവിലത്തെ കാര്യങ്ങൾ ചെയ്തതെന്നാണ്. ഇവിടെ യാതൊരുവിധ കാർഡുകളും, അതായത് നമ്മുടെ അനുവിനെയാണ് ഉദ്ദേശിച്ചത്, കരച്ചിൽ കാർഡ് ഒന്നും ഇറക്കാൻ പറ്റില്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യും, രാവിലെ നടന്ന ഇൻസിഡൻസ് എല്ലാം ഒന്ന് ഡ്രാമയാക്കി കാണിച്ചതാണ്. എന്തായാലും മോഹൻലാൽ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാർഡിനെ പറ്റിയൊക്കെ സംസാരിക്കണമല്ലോ, അപ്പോൾ നിങ്ങൾക്കൊരു റിഹേഴ്സലായിട്ട് എടുക്കാം എന്ന് പറഞ്ഞിട്ടൊരു താങ്ങും കൂടെ കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ നമ്മുടെ അനു ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. ആക്ച്വലി നമ്മുടെ ബിഗ് ബോസ് ഇവർക്ക് ലിപ്സ്റ്റിക്ക് മേക്കപ്പ് സാധനങ്ങളൊന്നും, അതായത് ഈ ബാഡ്ജ് കിട്ടാത്തവർക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ അനു എവിടുന്നാണ് ഈ മേക്കപ്പ് ഇട്ടത്? അപ്പോൾ പറഞ്ഞു ബിഗ് ബോസ് ഞാൻ ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ആ ലിപ്സ്റ്റിക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്നാണ് ചോദിച്ചത്. അപ്പോൾ അത് ഇവിടുന്ന് ജബ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞു ഇല്ല, ഇതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം. അതായത് വീക്കെൻഡിൽ ലാലേട്ടൻ്റെ വക അനുവിനൊരു കൊട്ട് ഉറപ്പാണെന്നുള്ളതായിരിക്കും സൂചന എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഒരു ചെറിയ താക്കീതൊക്കെ കൊടുത്തു. നമ്മുടെ കണ്ടസ്റ്റൻസ് രാവിലത്തെ ഇൻസിഡൻസ് എല്ലാം കൂടെ ഒരു ഡ്രാമയായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സുപ്രഭാതമാണ്, ചേട്ടാ ഗുഡ് മോർണിംഗ്, ഇല്ല സുപ്രഭാതം, ചേട്ടാ ഗുഡ് മോർണിംഗ്, ഇല്ല സുപ്രഭാതം പറയണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനീഷിനെ ഭയങ്കര ഒരു പൊടിക്ക് കൂട്ടി. ഡ്രാമ എപ്പോഴും ഒരു പൊടിക്ക് കൂട്ടിയല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പാനി ശരത്താണ് നമ്മുടെ അനീഷായിട്ട് കാണിച്ചത്. അപ്പോൾ ആ ഒരു സീൻ കാണിച്ചപ്പം നമ്മുടെ അനീഷിനെ അങ്ങോട്ട് ചൊറിഞ്ഞു കയറി കേട്ടോ. അനീഷ് ആക്ച്വലി മറ്റുള്ളവരെ ചൊറിയെങ്കിലും അനീഷിന് ഇത് കണ്ടപ്പോൾ ചൊറിഞ്ഞു കയറി. അനീഷ് പറഞ്ഞു ഇത്ര ഓവറായിട്ട് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത്രയും മാന്യമായിട്ട് എന്നെ റീക്രിയേറ്റ് ചെയ്ത് കാണിക്കൂ, എന്തിനാണ് വൃത്തികേടാക്കുന്നത്. അപ്പോൾ ശാരിക പറഞ്ഞു അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ ഇത്രയും വൃത്തികെട്ട രീതിയിലാണ് പെരുമാറുന്നത്, നിങ്ങൾ മാന്യമായിട്ടല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് അനീഷിൻ്റെ നേരെ പറയുന്നുണ്ടായിരുന്നു. അനീഷിനത് ശരിക്കും അങ്ങോട്ട് പിടിച്ചിട്ടില്ല.
അതിനുശേഷം കാണിച്ചതെന്ന് പറഞ്ഞാൽ പണിപ്പുര ടാസ്കിനാണ്. പണിപ്പുര ടാസ്ക് ചെയ്യണം, അതായത് നോമിനേഷനിൽ ഇല്ലാത്ത, സ്വന്തം കാര്യം മാത്രം നോക്കാത്ത, വീടിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ, അല്ലാതെ വീടിന് വേണ്ടി ടാസ്ക് ചെയ്യാൻ റെഡിയായിട്ടുള്ള 2 പേരെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആളുകൾ കൂട്ടമായി ചർച്ച ചെയ്തു. ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അതിലെയും നൂറേയും 2 പേരും ഉണ്ടാവും, പിന്നെ ഒരാളെയും കൊടുത്ത് അവർക്ക് 3 പേരെ കൊണ്ടുപോകാൻ പറ്റും. അപ്പം 3 ഒറ്റയടിക്ക് 2 എന്നുള്ളതിനെക്കാട്ടിൽ 3 പേര് കയറുന്നതാണല്ലോ എന്തുകൊണ്ട് നല്ലത്. അങ്ങനെ അവർ ആദില, നൂറ ആൻഡ് അക്ബർ ഇവരെയാണ് സെലക്ട് ചെയ്തത്. അപ്പം ഈ ഒരു കൂട്ടത്തോടു കൂടി അവർ ആദിലേനെയും നൂറിനെയും എടുത്തു. അപ്പോൾ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഓരോ കളർ അനുസരിച്ച് ഡ്രസ്സ്, അവരുടെ ലക്ഷറി ഫുഡ് ഐറ്റംസ്, അതുപോലെ തന്നെ അവരുടെ ആക്സസറീസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് ബേസിക്കലി വേണ്ടത് ഡ്രസ്സാണ് കേട്ടോ. കുളിക്കാതെ വൃത്തിയില്ലാണ്ട് ആ ഡ്രസ്സ് തന്നെ ഇട്ടിരിക്കുകയാണ്, വീർത്തിട്ടുണ്ടാകും. ആക്ച്വലി അവരുടെ കോസ്മെറ്റിക്സും ഒന്നും കിട്ടാത്തതുകൊണ്ട് ഒരു പെർഫ്യൂം പോലും അവർക്ക് അടിക്കാൻ പറ്റുന്നതുകൊണ്ടെന്ന് അറിയില്ല. ഒരു പരിചയമില്ലാത്ത ഇവരെല്ലാം കൂടി ഇങ്ങനെ കുളിക്കാതിരിക്കുമ്പോൾ ചുറ്റും അടുത്തൊക്കെ ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും സ്മെല്ല് ചെയ്യുന്നുണ്ടാവും. അപ്പം അത് ഭയങ്കര ബാഡായിട്ടുള്ളൊരിതാണല്ലോ. അത് അവരുടെ പേഴ്സണലായിട്ടുള്ളൊരു കോൺഫിഡൻസിനെ തന്നെ ബാധിക്കും. അതൊക്കെ തന്നെയായിരിക്കും നമ്മുടെ ബിഗ് ബോസ് ഉദ്ദേശിച്ചിട്ടുള്ള 7ൻ്റെ പണി എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മുടെ അപ്പാനി ശരത്തും അഭിയും എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അപ്പാനി ശരത്ത് പറയുന്നുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെയുള്ള പലരും പൊളിഞ്ഞ്, അക്ബർ പൊളിഞ്ഞു, അപ്പം നമ്മൾ ഷാനവാസ് പൊളിഞ്ഞു, അപ്പം നമുക്ക് ഗിസേലിനെ ഒന്ന് മെല്ലെ കത്തിച്ച് വിടാം, ഗിസേലിന് നമുക്ക് നേർക്ക് വിടാം, നല്ല രസമായിരിക്കും. കാരണം ഗിസേലിൻ്റെ മലയാളം പറയുന്നത് നല്ല രസമാണല്ലോ കേൾക്കാൻ. അങ്ങനെ ഗിസേൽ അവിടെ ഇരിക്കുകയാണ്. അപ്പാനി ശരത്ത് പോയിട്ട് പറഞ്ഞു, അപ്പാനി ശരത്ത് പറഞ്ഞു ഞാൻ തുടങ്ങാം. അങ്ങനെ ആരെയും കൂടത്തിൽ കൂടുന്നുണ്ട്. അപ്പാനി ശരത്ത് എന്നിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ മേക്കപ്പൊക്കെ ഇട്ടിരിക്കുന്നതല്ലാതെ ഈ ഹൗസിൽ നടക്കുന്ന ഒരു പ്രശ്നങ്ങൾക്ക് ഇടപെടുന്നില്ല, ഞങ്ങൾക്കൊക്കെ ഓരോ കാര്യങ്ങളുണ്ട്, നിങ്ങൾക്കൊന്നുമില്ല, നിങ്ങൾ വെറുതെ മേക്കപ്പ് ഇടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, അല്ലാതെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ അക്ബർ വന്നിട്ട് അതിനെ സ്കോർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോഴേക്കും ഗിസേലിന് ആദ്യം കാര്യമൊന്നും മനസ്സിലായില്ല. പതുക്കെ എന്താ ഗിസേൽ അത് ഏറ്റുപിടിച്ചു. ഗിസേൽ പറഞ്ഞു, നിങ്ങൾ ഗുണ്ടകളാണ്, നിങ്ങളിവിടെയുള്ള അനുവിനെ കരയിച്ചു, നിങ്ങൾ എല്ലാവരെയും കൂട്ടം ചേർന്ന് അറ്റാക്ക് ചെയ്യുവാണ് എന്നൊക്കെ പറഞ്ഞു. ഈ ഗുണ്ട എന്ന് പറഞ്ഞത് ആക്ച്വലി പ്രാങ്കിനിടയിലാണ്. അപ്പാനി ശരത്തിന് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അത് പിന്നീട് നോട്ട് ചെയ്ത് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മേക്കപ്പ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ സംസാരിച്ചിട്ട്, പിന്നെ നിങ്ങൾ പ്രമോയിൽ കണ്ടിട്ടുള്ള സീൻ, പ്രമോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ സീൻ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ ഗിസേൽ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ, എൻ്റെ അടുത്ത് അങ്ങനെ സംസാരിക്കാനായിട്ട് വരണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർ പ്രാങ്ക് ആണെന്ന് പറഞ്ഞു. ആക്ച്വലി ഗിസേലിനത് പ്രാങ്ക് ആണെന്നുള്ളത് ഡൈജസ്റ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഗിസേൽ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ വിചാരിക്കുന്ന പോലെ മലയാളം അറിയാത്ത ഒരാളല്ല, എനിക്ക് നല്ലോണം മലയാളം അറിയാം, ഞാനൊരു ഗുണ്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഗുണ്ടി എന്ന് പറഞ്ഞൊരു വാക്കില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഞാനൊരു റൗഡിയാണ്, അതായത് ഞാനൊരു റൗഡിയാണ്, എന്നോട് കൂടുതൽ കളിക്കാൻ നിൽക്കേണ്ട മോനെ എന്നാണ് നമ്മുടെ ഗിസേൽ ഉദ്ദേശിച്ച സാധനം. ഗിസേലിന് ആക്ച്വലി ഹിന്ദി ബിഗ് ബോസിൽ പോയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കാണാനുണ്ട്. ആവശ്യമില്ലാത്ത പരിപാടികൾക്ക് കയറി പിടിക്കാറില്ല. എന്നാൽ പറയുമ്പോൾ അത്യാവശ്യം ബോധവും വിവരമുള്ള രീതിയിലാണ് ഗിസേൽ സംസാരിക്കുന്നത്. ഈ എപ്പിസോഡ് തൂക്കിയത് ഗിസേൽ തന്നെയാണെന്ന് പറയാം. അപ്പോൾ അത് ഗിസേലിനെ ഒന്ന് കത്തിച്ചു വിടാൻ ശ്രമിച്ചാണെങ്കിലും ഗിസേൽ മൊത്തത്തിൽ എപ്പിസോഡ് അങ്ങ് കയ്യിലെടുത്തു എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അങ്ങനെ ആ ഒരു സംഭവം എല്ലാവരും കുറേ ചിരിച്ചു. അതായത് ഗിസേലിൻ്റെ മലയാളം പറയുന്ന രീതികളൊക്കെ കേട്ടിട്ട് എല്ലാ കണ്ടസ്റ്റൻസും അത്യാവശ്യം നല്ലതായിട്ട് ചിരിച്ചു. അതിനുശേഷം ഗിസേൽ ഇങ്ങനെ കിച്ചണിൽ പോയി നിൽക്കുകയാണ്. അപ്പോൾ ഒനിൽ ആൻഡ് കിച്ചണിൽ നിൽക്കുന്ന ആളുകളെല്ലാവരും കൂടെ സംസാരിക്കുമ്പം ഒനിൽ പറയുന്നുണ്ടായിരുന്നു, നല്ല ഡ്രസ്സാണ്, കലാഭവൻ സരികയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, ഞാൻ ഈ ഡ്രസ്സോ പിന്നെ ഇട്ട് ഞാൻ മേക്കപ്പ് ഇട്ട് നടക്കുന്നതിനാണ് അപ്പാനി ശരത്തിൻ്റെ പ്രശ്നം. അപ്പോൾ അവർ പറഞ്ഞു, അത് വെറുതെ അവർ പ്രാങ്കിൻ്റെ ഇടയിൽ പറഞ്ഞ അല്ലല്ല, ഞാൻ ഒരുങ്ങി എന്തിന് നടക്കുന്നു എന്നാണ് അവർ ചോദിച്ചത്. പിന്നെ ഞാൻ എന്തോ ചെയ്യണം, ഞാൻ ഈ ഡ്രസ്സില്ലാണ്ട് നടക്കണോ, സ്മെല്ല് ചെയ്തിട്ട് നടക്കണോ, എനിക്കെന്തോ ഞാൻ ഒരുങ്ങുന്നതിന് എന്താ ഇത്ര പ്രശ്നം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഗിസേൽ അത് കുറച്ച് പേഴ്സണലായിട്ട് എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് ആ ഒരു ടോക്കിൽ കൂടെ മനസ്സിലാവും കേട്ടോ. അതൊരു ചെറിയ കോൺവെർസേഷന് ശേഷം നമ്മുടെ അനുവും ഗിസേലും കൂടെ തൂക്കുവാണ്. അനുവിന് ഹൈറ്റ് കുറവായതുകൊണ്ട് തന്നെ അനുവിന് ചൂല് പിടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുനിയാതെ അങ്ങ് തൂക്കാൻ പറ്റും. പക്ഷേ ഗിസേലിന് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ, നല്ല ഹൈറ്റ് ഉണ്ട്. അവിടുത്തെ ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഉള്ളത് അക്ബറിനും ഗിസേലിനും ആണെന്നാണ് തോന്നുന്നത്. അപ്പം ഗിസേൽ ഉറപ്പായിട്ടും ചൂല് പിടിച്ച് കഴിഞ്ഞാൽ കുനിയേണ്ടി വരും. ഗിസേൽ ഇരുന്നിട്ടാണ് അടിച്ച് മാറ്റുക എന്ന് പറഞ്ഞു പോയി. അപ്പോൾ കാർപ്പറ്റിന് അറിയാലോ, കഴിഞ്ഞ വർഷമൊക്കെ ആളുകൾ ബ്രഷൊക്കെ ചോദിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാർപ്പറ്റൊക്കെ തൂക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാർപ്പറ്റിൽ നമ്മുടെ സാധാരണ കുറ്റിച്ചൂല്, ഈർക്കിലി ചൂല് വെച്ചിട്ടാണ് തൂക്കുന്നത്. അപ്പോൾ തൂക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൊടി പോകത്തില്ല, അതുകൊണ്ട് ഇരുന്ന് തൂക്കണം. അപ്പം അനു പറയുകയാണ്, ഇങ്ങനെ ചാടി തവള ചാടുന്ന പോലെ കാണിച്ചിട്ട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഇരുന്ന് തൂക്കുന്നതാണോ തൂക്കേണ്ട കാര്യം, അതിൻ്റെ ആവശ്യം എന്താണ്
എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ഇല്ല, ഇരുന്ന് തൂത്താലേ അത് പോവുള്ളൂ, അപ്പോൾ ഇല്ല നിന്ന് തൂക്കണം, ഞാൻ പഠിപ്പിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ടായി. അറിയത്തില്ല, ഞാൻ പഠിപ്പിച്ചു തരാം, ആക്ച്വലി ഇത് തൂത്താലൊന്നും പോകത്തില്ല, വാക്യൂം ക്ലീനർ തന്നെ വേണം, പക്ഷെ അത് തരാത്ത ഇവരുടെ സ്ട്രാറ്റജി ആയിരിക്കുമല്ലോ എന്നൊക്കെ ഗിസേൽ പറയുന്നുണ്ട്. ഗിസേലിന് ആക്ച്വലി കളി അറിയാം കേട്ടോ. അപ്പോൾ ചുറ്റുമുള്ള ആളുകളെല്ലാവരും ഇരുന്നിട്ട് ഈ കമൻട്രി പോലെ ഗിസേലിനെ ഒന്ന് പൊക്കി വിടുന്നുണ്ട്, അനുവിനെ കുറച്ച് താഴ്ത്തിക്കൊണ്ടാണ് പറയുന്നത്. അക്ബർ കമൻറ്റ് പറയുന്നുണ്ടായിരുന്നു, ഗിസേൽ സ്കോർ ചെയ്തു അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഇരുന്ന ആളുകളിൽ ബിൻസി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അക്ബർ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കണ്ടസ്റ്റൻസ് കൂടി ഇരുന്നിട്ടാണ് ഇവരെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അനുവിന് അതുകൊണ്ട് തീരെ പിടിച്ചില്ല. പക്ഷെ അനു എങ്ങനെയൊക്കെ മാനേജ് ചെയ്തു. സ്റ്റാർ മാജിക്കിൽ എന്തൊക്കെ ഫേസ് ചെയ്യുന്ന ആളാണല്ലേ അനു. അപ്പോൾ അതിന് ശേഷം പിന്നീട് പണിപ്പുര ടാസ്കിലേക്കാണ് പോയത്. അപ്പോൾ അവർക്ക് കുറച്ച് ചിറ്റ് കൊടുത്തിട്ടുണ്ടാകും. 15 സെക്കൻഡ്, 16 സെക്കൻഡ്, 17 സെക്കൻഡ്, 18 സെക്കൻഡ്, 19 ആൻഡ് 20 ഇത്രയും സെക്കൻഡുകൾ സമയം ഇതിൽ ഏതിലൊന്നും എടുക്കാം. 15 സെക്കൻഡ് എടുത്തു കഴിഞ്ഞാൽ 600 പോയിൻറ്റ്സ്, പിന്നീട് 575, 545, 525, 500, 450 അങ്ങനത്തെ രീതിയിൽ പോയിന്റ് കുറഞ്ഞു വരും. ഓരോ ടൈം കൂടുന്നതനുസരിച്ച് പോയിന്റ് കുറയും. അങ്ങനെ അതിൽ നൂറ് ആൻഡ് അക്ബർ നമ്മൾ നേരത്തെ കേട്ടില്ലേ, അതുപോലെ അവർ തീരുമാനിച്ച ആളുകൾ പോയിട്ട് ഈ നറുക്കെടുക്കുകയാണ്. നറുക്കെടുക്കുമ്പോഴേക്കും അവർക്ക് കിട്ടിയത് 16 സെക്കൻഡിൻ്റെ ആയിരുന്നു. അപ്പോൾ ഇവർ ഉള്ളിലേക്ക് കയറിയപ്പോൾ ബിഗ് ബോസ് റൂള് പറഞ്ഞു, സമയം തീരുന്നതിനുള്ളിൽ സാധനങ്ങളെടുത്ത് പുറത്തിറങ്ങണം. അല്ല, സമയം തീർന്നിട്ടും നിങ്ങൾ അതിനുള്ളിലാണെങ്കിൽ സാധനങ്ങൾ മൊത്തം തിരിച്ച് വാങ്ങിച്ചു വെക്കും. ഇനി കൂടുതൽ സാധനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കൂടുതൽ ആ പോയിന്റിൽ കൂടുതലുള്ള സാധനങ്ങൾ ഞങ്ങൾ തിരിച്ച് വാങ്ങിച്ചു വെക്കും, അത് ഓക്കെ. അങ്ങനെ ഇവർ മൂന്നുപേരും കൂടെ കയറുന്നവർ എല്ലാവരുടെ സാധനം എടുക്കണമല്ലോ. കുറച്ച് ആളുകളുടെ മാത്രം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരുടെ എടുത്തു എന്നുള്ളത് കൊണ്ട് പ്രശ്നം വരും. പിന്നെ എല്ലാവരും കൂടി ഇവരെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ച് മാക്സിമം എടുക്കുക. മാക്സിമം എടുത്തപ്പോഴേക്ക് ഉള്ളിൽ വെച്ച് തന്നെ ടൈം തീർന്നു. പിന്നെ പുറത്തിറങ്ങി ആലോചിച്ച് നിന്നിട്ട് ബോക്സിലേക്ക് ഇട്ടു. അപ്പോൾ ബിഗ് ബോസ് പിന്നെ വീട് ചോദിച്ചു, ആരാണ് നിങ്ങൾക്ക് ബുദ്ധി പറഞ്ഞു തന്നത്? അവൻ നമ്മളെല്ലാം കൂടെ എടുത്ത ബുദ്ധിയാണ്. ഓക്കെ, അതെന്തായാലും ഒരു മണ്ടൻ ബുദ്ധിയാണ്. എല്ലാ സാധനങ്ങളും കൂടെ ഒന്ന് എടുക്കുക എന്ന് പറഞ്ഞത് മണ്ടൻ ബുദ്ധിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സാധനങ്ങളൊന്നും കിട്ടുന്നില്ല, ഇനി ഒരു തവണയും കൂടെ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്, അപ്പോൾ ആ ചാൻസ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ശരിക്കും കണ്ടസ്റ്റൻസിൻ്റെയൊക്കെ വിഷമമായി കേട്ടോ. അപ്പോൾ ഇവർക്ക് ഡ്രസ്സ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അവർക്ക് അതിൻ്റെ വിഷമം ഉണ്ട് കേട്ടോ. കാരണം കുളിക്കാതെ ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ കുളിച്ചിട്ടുണ്ടാവുമായിരിക്കും, പക്ഷെ കുളിച്ചാൽ തന്നെ സെയിം ഡ്രസ്സ് ഇടുക എന്ന് പറയുമ്പോഴത്തേനും ആ കുളിച്ച ഫീൽ കിട്ടില്ലല്ലോ. അതിനുശേഷം കാണിക്കുന്നത് ഉച്ച ഉറക്കം ത്തിന് RJ മിൻസി കിടന്ന് ഉറങ്ങുവാണ്, പട്ടി ഉറയ്ക്കുന്നുണ്ട്. നമ്മൾ RJ മിൻസി അവിടെ ഉണ്ട് എന്ന് ശരിക്കും ഉറങ്ങിയപ്പോഴാണ് കാണുന്നത്. RJ മിൻസിനെ എവിടെയും കണ്ടിട്ടില്ല. ലൈവിലും RJ മിൻസി ഇങ്ങനെ നൈസായിട്ട് ഡെയിലി റുട്ടീൻസൊക്കെ ചെയ്തിങ്ങനെ നടക്കുകയാണ്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയുന്നില്ല. ആക്ച്വലി നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആളാണ് RJ മിൻസി. പക്ഷേ പ്രത്യേകിച്ച് കോൺട്രിബ്യൂഷൻസ് ഒന്നും വന്നിട്ടില്ല. അതായത് ഇതുവരെ നമുക്ക് റിമാർക്കബിളായിട്ട് ഒരു മൊമെൻറ്റ് തന്നിട്ടില്ല. പല ആളുകൾക്കും ഓരോ വഴക്കാണെങ്കിലും പേരിനുണ്ട്, വഴക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടോക്ക് പ്രമോയിലോ അല്ലെങ്കിൽ ഡേ എപ്പിസോഡ്സിൽ എവിടെയെങ്കിലുമൊക്കെ കാണാറുണ്ടായിരുന്നു. പക്ഷേ RJ മിൻസിക്ക് അങ്ങനത്തെ ഒരു മൊമെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. RJ മിൻസി കാര്യമായിട്ടൊന്നും ചെയ്തില്ല. അടുത്ത വാഴയാവാതിരിക്കട്ടെ. അങ്ങനെ RJ മിൻസി ഉറങ്ങി, പട്ടി ഉറയ്ക്കുന്നു. പോട്ടെ സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ നല്ല മനസ്സിൽ അവർ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷേ എലിമിനേഷനിൽ അവർ സമാധാനത്തോടെ ഇത് പറയുമെന്ന് നമുക്ക് കണ്ടറിയാം കേട്ടോ, നോമിനേഷന് വേണ്ടിയിട്ട്. അതിനുശേഷം നെവിൻ എന്തിനാണെന്ന് അറിയില്ല, നമ്മൾ ഗിസേലിൻ്റെ പെട്ടി അടിച്ച് മാറ്റിയിട്ട് ഗിസേലിൻ്റെ നെവിൻ്റെ ബെഡിൻ്റെ സൈഡിൽ പോയിട്ട് ഒരു ബെഡ്ഷീറ്റ് ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് ലൈവിൽ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തെടുക്കും. അപ്പം ഞാൻ ആവി പിടിക്കും. അപ്പോൾ ആവി പിടിക്കുന്ന മെഷീൻ അവിടെ ഇല്ലല്ലോ, അത് ഞാൻ ആവി പിടിക്കുകയാണ് എന്ന് പറയുന്നു. അതിനുശേഷം ബിന്നി വരുന്നു. ബിന്നിയോട് പറഞ്ഞു എന്തെടുക്കുക, ഞാൻ തണുത്ത വെള്ളം എടുത്തിട്ടൊന്ന് കുടിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ലൈവിലും എനിക്കത് ക്ലിയർ ആയില്ല എന്താണ് ഗിസേലിൻ്റെ പെട്ടിയിൽ ചെയ്തതെന്ന്. ചിലപ്പോൾ അതൊരു സസ്പെൻസ് ആയിട്ട് വെച്ചിട്ട് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ നമുക്ക് പറഞ്ഞു തരാനാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നെവിൻ എന്തിനായിരിക്കും ഗിസേലിൻ്റെ പെട്ടിയെടുത്തത്? ലൈവ് കണ്ടിട്ടുള്ള ഓഡിയൻസ് ആണ് നിങ്ങളെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ, നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇവർക്ക് ഡ്രസ്സ് കിട്ടി. അതായത് ബിഗ് ബോസ് കൊടുക്കുന്ന ജയിൽ പുള്ളികൾക്ക് കൊടുക്കുന്ന പോലെ അച്ചടിച്ചിട്ടുള്ള ഡ്രസ്സാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, സ്റ്റാമ്പ് പോലെ അതിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ കിട്ടിയിട്ടുണ്ട്, പാകമാകാത്തത് അവരുടെ ടേസ്റ്റ് അല്ലാത്ത ഡ്രസ്സുകളൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. ഷാനവാസ് ഒരു പണ്ടത്തെ കാലത്തെ ഡിസ്കോ ഡാൻസേഴ്സിൻ്റെ പോലത്തെ പാൻറ്റൊക്കെ ഇട്ടിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം നെവിന് കിട്ടിയൊരു കള്ളി നിക്കറും ഷർട്ടും ആയിരുന്നു. സ്കൂൾ കുട്ടികളെ പോലെയാണ്. എൻ്റെ ലൈഫിൽ ഞാനിങ്ങനെ ഇട്ടിട്ടില്ല. അതായത് നെവിൻ്റെ ഇൻട്രോ കണ്ടവർക്ക് അറിയാം, ഒരു ഹൈഫൈ കോട്ടൊക്കെ എടുത്ത് വെച്ച ടീമാണ്. ഇവിടെ വന്നിട്ട് നെവിൻ കൊച്ചു കുട്ടികളുടെ യൂണിഫോം പോലത്തെ ഡ്രസ്സ് ഇട്ടിരിക്കുകയാണ്. ഭയങ്കര വിഷമാണ്. ഇല്ല ഇത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. ആര് കൊടുക്കാനല്ലേ, ബിഗ് ബോസ് കൊടുത്തു, അത് വാങ്ങിച്ചിടുക, അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ. അങ്ങനെ നെവിൻ വിഷമത്തോടെ കുളിച്ച് പൗഡറൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഇടുന്നുണ്ടായിരുന്നു. രേണു സുധിയോട് പോലും പരാതിയൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ.
അതിനുശേഷം എന്താ ഞാനൊരു ഫാഷൻ കൊറിയോഗ്രാഫറാണ്, എനിക്ക് ഇതൊന്നും ഇടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഏത് കൊറിയോഗ്രാഫറാണ്, ബിഗ് ബോസിന് അവിടെ അങ്ങനെയൊന്നും ഇല്ല, എല്ലാവരും ഈക്വൽ തന്നെ. അപ്പോൾ നമ്മുടെ ഗിസേലാണെങ്കിൽ ബാൻഡൊക്കെ ഫസ്റ്റ് തന്നെ കിട്ടി. അതുകൊണ്ട് പുള്ളിക്കാരൻ നല്ല അടിപൊളി സ്റ്റൈലിഷ് യൂഷ്വൽ സ്റ്റൈലിഷ് ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഗിസേലിൻ്റെ കാലം ചെരുപ്പ് കണ്ടിട്ട് മിന്നുന്ന ചെരുപ്പൊക്കെ ഇട്ട് നടന്നോ, ഞങ്ങൾക്കും ഉണ്ട് കേട്ടോ, ഞങ്ങളുമൊക്കെ വരും എന്നൊക്കെ തമാശ പറയുന്നുണ്ട്. ഈ ചെരുപ്പിട്ട് എങ്ങനെ നടക്കും അപ്പം നീ എന്ന് ഷാനവാസ് ചോദിക്കുമ്പോൾ ഞാൻ എന്താ ഇങ്ങനെ ഷാനവാസിൻ്റെ കൈ പിടിച്ചിങ്ങനെ നടക്കും. ഷാനവാസിനെ ഷുഗർ ഡാഡി അമ്മാവൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഫൺ മൊമെൻ്റ് കേട്ടോ, അത്രേ ഉള്ളൂ. അങ്ങനെ അതിൽ പ്രത്യേകിച്ച് ഗെയിം സ്ട്രാറ്റജി ഒന്നും കാണാനില്ലായിരുന്നു. അതിനുശേഷം എല്ലാവരും കൂടി ഇനി ഇരിക്കുമ്പോൾ നമ്മുടെ ഗിസേലിൻ്റെ മിന്നുന്ന ചെരുപ്പിൻ്റെ കാര്യം പറഞ്ഞല്ലോ. കഴിഞ്ഞ ദിവസം നോമിനേഷനിൽ തന്നെ നമ്മുടെ ഗിസേലിന് തുണ്ടാൻ നടക്കുകയാണ് നമ്മുടെ ഷാനവാസ് അല്ലേ. എന്തിനാണ് ഈ ഡ്രസ്സ് ഇടുന്നത്, കേരള സംസ്കാരം നഷ്ടപ്പെട്ടു പോകുമെന്നൊക്കെയുള്ള അഗാധമായ പേടി. അത് കേരള ജനതയ്ക്ക് ഗിസേലിനോട് ദേഷ്യം വരുമെന്നുള്ള സ്നേഹം ആണ് ഇത്തവണ എടുത്തിരിക്കുന്നത്. ഞാൻ പറയുന്നത് മോശമായിട്ട് കാണരുത്, ഇത് കേരളമാണ്, ലൈഫ് സ്റ്റൈൽ പലതായിരിക്കാം, പക്ഷേ ഇങ്ങനത്തെ ഡ്രസ്സ് കിട്ടാൻ മലയാളികൾക്ക് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷേ നമ്മുടെ ഗിസേൽ ഇതൊക്കെ ആക്സെപ്റ്റ് കേൾക്കുന്നൊരു ടൈപ്പാണ് കേട്ടോ. വേറെ ആരും കേട്ട് കഴിഞ്ഞാൽ നിങ്ങളാരാണെന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു. അവിടെ ആരോട് പറഞ്ഞാലും ചോദിച്ചാണ്. പക്ഷേ ഗിസേൽ ആക്ച്വലി കേരള ഓഡിയൻസിൻ്റെ സ്നേഹം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് ഒരാളെ കേരള ഓഡിയൻസിൻ്റെ ഒരു മനോഭാവത്തെ പറ്റി പറയുമ്പോൾ ഒന്ന് കേൾക്കാനുള്ളൊരു ബുദ്ധി കാണിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടരുതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആക്ച്വലി ആ ഒരു സംസാരത്തിൻ്റെ ആവശ്യമേ അവിടെ ഇല്ല. അത് ഷാനവാസിൻ്റെ ഐഡിയോളജിയാണ്, ഷാനവാസിൻ്റെ ഒരു മൊറലാണ്. അത് ഗിസേലിലേക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗിസേൽ എന്താണെന്നുള്ളതല്ലേ ഗിസേൽ കാണിക്കണം. ഗിസേൽ ഇതിന് വേണ്ടിയിട്ട് ഒരു ഫുൾ കവർ ചെയ്ത് അല്ലെങ്കിൽ ഒരു നാടൻ വേഷം ഇടുന്നതുകൊണ്ട് ഐഡൻറ്റിറ്റി അവിടെ കാണിക്കുന്നില്ല. ഗിസേലിൻ്റെ ഐഡൻറ്റിറ്റി ആൻഡ് പേഴ്സണാലിറ്റി അവിടെ പോർട്രേ ചെയ്യുമ്പോൾ നമ്മൾ ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടെങ്കിലാണ് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതിൽ കയറിയിട്ട് പറയുന്നത് കുറച്ച് ഓവറാണ്. പക്ഷേ ഗിസേൽ വളരെ മാന്യമായിട്ട് ഡീൽ ചെയ്തു കേട്ടോ. അപ്പോൾ പിന്നീട് ലൈവിൽ സംഭാഷണങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ എന്നെ ഡ്രസ്സിൻ്റെ പേരിൽ നോമിനേറ്റ് ചെയ്തില്ലെന്നൊക്കെ ചെയ്യുമ്പോൾ അതെങ്ങനെ അറിഞ്ഞു എന്നൊക്കെ ചോദിച്ചിട്ടുള്ള സീൻ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ അതിൻ്റെ സ്റ്റോറി അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പോൾസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷാനവാസ് സദാചാരമാണെന്നാണ് മിക്ക ഓഡിയൻസും അതിനോട് റിയാക്ട് ചെയ്തത്. വളരെ കുറച്ച് പേര്, ഒരു 6-7 പേര് മാത്രം അത് ഓക്കെയാണ്, ഷാനവാസ് പറഞ്ഞതിൽ തെറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ഷാനവാസും ഗിസേലും ഒക്കെ തമ്മിലുള്ള സംസാരത്തിന് ശേഷം അനു ഗിസേൽ ഇവർ അടുക്കളയിൽ നിന്ന് ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ അനു ഗിസേലിൻ്റെ തിളച്ച് വന്നുകൊണ്ടിരിക്കുന്ന ചായ അങ്ങ് ഓഫ് ചെയ്തു, ഗ്യാസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനാണ് ആവശ്യമില്ലാണ്ട് തിളപ്പിക്കുന്നത്. അപ്പം ഗിസേൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ലോണം തിളച്ച ചായയാണ്. ചില ആളുകൾക്കുണ്ടായും ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം തിളച്ച് ആ ചായയുടെ കറ ഫുള്ള് ചായയിൽ ഇറങ്ങി നല്ല കടുപ്പമുള്ള ചായ കുടിക്കാൻ ഇഷ്ടമുള്ള ആളുകളുണ്ടാകും. ചിലർക്ക് അങ്ങനെ ഉണ്ടാവില്ല. അപ്പം ഗിസേലിന് വേണ്ടത് നല്ല തിളച്ച ചായയാണ്. ഭക്ഷണം ഇല്ലെങ്കിലും ചായ മതി എന്നൊക്കെ ലൈവിൽ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അപ്പോൾ അനു അത് ഓഫ് ചെയ്തു. ഗിസേലിന് അത് ഇഷ്ടപ്പെട്ടില്ല. ഗിസേൽ അത് തിരിച്ച് ഓഫ് ചെയ്തു. അനുവും ഗിസേലും തമ്മിലൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ വാറ് കടന്നു പോകുന്നുണ്ട് കേട്ടോ. ആസ് യൂഷ്വൽ എല്ലാ എപ്പിസോഡിലും ഉള്ള പോലെ ഒരു ജെട്ടിക്കഥയൊക്കെ പോകുന്നുണ്ടായിരുന്നു. നമ്മുടെ ഗിസേൽ അറിയാണ്ട് മറന്നുപോയി അണ്ടർ ഗാർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അത് തൂക്കി എടുത്തിട്ട് ഇത് ആറയാന്നൊക്കെ ചോദിച്ചിട്ടൊരു സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അനു അത് കളിയാക്കി എന്നൊക്കെ ഉള്ള രീതിയിലൊരു ഇമ്പ്രഷനുണ്ട്. ഓൾറെഡി ചായയുടെ കാര്യമുണ്ട്, താറയെ തൂക്കുമ്പോൾ ഉണ്ട്. അപ്പം ഗിസേലിൻ്റെ ചായ ആർക്കും ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു. അനു തമാശ രീതിയിലായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഗിസേൽ പറഞ്ഞു ഇല്ല, നിൻ്റെ ചായ എന്തിനു കൊള്ളാം, കാണുമ്പോൾ തന്നെ അറിയാം എന്നൊക്കെ പറയുന്നു. അപ്പോൾ പരസ്പരം ചായ പോര് നടന്നു. അതിനുശേഷം ഇവർ രണ്ടും കൂടെ ലൈവിൽ ഇരുന്ന് സംസാരിച്ച് അത് ക്ലിയർ ചെയ്ത് ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു. മിഷേലിന് സോറി കേട്ടോ, ഞാൻ വീണ്ടും മിഷേൽ എന്ന് പറയുന്നതിന് ഗിസേലിന് അനുവിനെ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ് കിട്ടിയത്. പക്ഷേ പിന്നെ എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊക്കെ ആലോചിച്ചു എന്നൊക്കെ പറഞ്ഞ് അവരത് ക്ലിയർ ചെയ്ത് സംസാരിച്ചു കേട്ടോ. അത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. അല്ലെങ്കിലും എപ്പിസോഡിൽ എപ്പോഴും വഴക്കുന്നതെല്ലാം കാണിക്കാനാണല്ലോ നമ്മുടെ ബി ചേട്ടന് ഇഷ്ടം. അങ്ങനെയൊക്കെ പറഞ്ഞു. അതിനുശേഷം പുകഞ്ഞ ഉള്ളി പുറത്ത് എന്നുള്ള ടാസ്ക്കാണ് വന്നത്. ഈ ടാസ്കിൽ 4 പേരെ സെലക്ട് ചെയ്യണം. 4 പേര് സെലക്ട് ചെയ്തതിന് ശേഷം ഇവരെ പുറത്തിടണം. ഒരു കട്ടിൽ പുറത്തുണ്ടാവും. ആ കട്ടിൽ കയറി കിടന്നിട്ട് ഉറങ്ങണം. അതായത് ആ കട്ടിലിൽ കയറി കിടന്ന് ഉറങ്ങണം എന്നുള്ളതാണ്. കട്ടിൽ ഒരാൾ ഒരു സമയത്ത് ഉണ്ടാവണം. അങ്ങനെ ബാക്കിയുള്ള 3 പേര് ഇവർക്ക് കാവലിരിക്കുക. ഈ ഉറങ്ങുന്ന ആളെ മറ്റുള്ള ആളുകൾ വന്നിട്ട് ഈ കട്ടിലോട് പൊക്കിയെടുത്ത് അവിടുത്തെ റെഡ് മാർക്ക് ചെയ്ത സ്ഥലത്ത് കൊണ്ടുവച്ചാൽ ആ വ്യക്തി എലിമിനേറ്റ് ആയിപ്പോവും. മനസ്സിലാകും. അതായത് ഈ 4 പേരിൽ ഒരാൾ അല്ലെങ്കിൽ ഉറങ്ങിയിട്ട് പോകുന്ന ആളുകളെ എലിമിനേറ്റ് ചെയ്യാനുള്ള ടാസ്ക്കാണ്. സാധാരണ ടാസ്ക് നന്നായി ചെയ്തില്ലെങ്കിൽ ജയിലൊക്കെയാണ് കിട്ടുക. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോഴേക്കും ടാസ്ക് മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ എലിമിനേറ്റ് ആവും. അപ്പോൾ ഈ കട്ടിലിൽ കിടന്നിട്ട് ഉറങ്ങണം. അതായത് ഇന്ന് മുതൽ വെള്ളിയാഴ്ച വരെ ടാസ്ക് ഉണ്ടാകും. അതുകൊണ്ട് ഇന്ന് ചിലപ്പോൾ ഉറങ്ങിയില്ലെങ്കിലും 2 ദിവസമുള്ളവർ ഉറങ്ങുമല്ലേ, ഉറക്കക്ഷീണം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഉറങ്ങിപ്പോകുന്ന ഇവരെ പൊക്കിയെടുത്ത് ആ ഒരു റെഡ് മാർക്കിൽ വെക്കുക. അപ്പോഴേക്കും ഇവരെ ഔട്ടായി പോകും. ഇനി അവർ
പൊക്കിക്കൊണ്ട് പോകുന്ന വഴി അവർ എണീറ്റ് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ലൈറ്റ് തെളിയും, അവർ എലിമിനേറ്റ് ആവില്ല. ഇതാണ് ടാസ്ക്. എല്ലാവരും കൂടെ ഒന്നിനും കൊള്ളില്ല, ബിഗ് ബോസ് ഹൗസിലെ കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബിൻസിനെയും ശൈത്യയെയും ഷാനവാസിനെയും ഗിസേലിനെയും സെലക്ട് ചെയ്തു. അതിലൊന്നും ആക്റ്റീവ് അല്ലാതെ ശൈത്യയും ബിൻസിയും ആണെന്നാണ് എൻ്റെ അഭിപ്രായം. ബാക്കി രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവർ വന്നിരിക്കുകയാണ്. ഇപ്പം ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വെളുപ്പിനെ 3:30 ആയിട്ടുണ്ട്. ഈ 3:30 മണിക്ക് ഇവർ ഉറങ്ങിയിട്ടില്ല. ഗിസേലും നമ്മുടെ ശൈത്യമൊക്കെ നടക്കുകയാണ്. ഷാനവാസ് തറയിൽ കിടന്ന് ഉറങ്ങുന്നു, ബിൻസി കട്ടിലേ കിടന്ന് ഉറങ്ങുന്ന സീൻ കണ്ടുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. ലൈവിൽ അതാണ് നടക്കുന്നത് കേട്ടോ. അതിനുശേഷം രാത്രിയായി, എല്ലാവരും കിടക്കുന്നു. നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസ് ഒക്കെ വന്നിട്ട് എടുക്കാൻ നോക്കുന്നുണ്ട്. അതായത് ഇവർ ഉറങ്ങിയെന്നൊക്കെ ചോദിച്ച് ഇവരെ പ്രൊവോക്ക് ചെയ്തിട്ട് പോകുന്നുണ്ട്. അതിനുശേഷം നൂറ അതിലെ കോൺവെർസേഷനാണ്. വീട്ടിലുള്ള പോലെ ഫണ്ണി ആയിട്ട് നടക്കുന്ന ഒരാളായിരുന്നു അതില. എന്തുകൊണ്ടോ ഇപ്പോൾ ഭയങ്കര ടയേർഡ് ആൻഡ് ഭയങ്കര സ്ലോ ആയിട്ട് സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്നു നൂറ. അതുകൊണ്ട് നീ ആക്റ്റീവ് ആകണമെന്നാണ് നൂറ ഉദ്ദേശം. പക്ഷേ അതിൽ പറയുന്നത് അങ്ങനെ ഞാൻ തമാശ പറയുമ്പോൾ ഉറക്കെ ഞാൻ അവിടെ പോയി നിന്ന് വിളിച്ച് പറയാം എന്നൊക്കെ. അതിലേക്ക് പെട്ടെന്ന് അതങ്ങ് കൂടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അവർ അക്സെപ്റ്റ് ചെയ്യും. അവർ കപ്പിളാണല്ലോ, അതുമ്പോൾ വഴക്കൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷേ ചേരും അല്ലേ. അതിനുശേഷം അതാണ് ആ രാത്രി അവർ തമ്മിൽ നടന്ന കോൺവെർസേഷൻ. കണ്ടന്റ് ആയിരിക്കുമല്ലോ, അതുകൊണ്ട് ബിഗ് ബോസ് അവരുടെ കോൺവെർസേഷനിലും ക്യാമറ വെച്ചിങ്ങനെ നോക്കിയിരിക്കുകയാണ്. കുറേ ആളുകൾ ഉറങ്ങാതെ നോക്കിയിരിക്കുന്നു, ചിലരൊക്കെ ഉറങ്ങാം എന്ന് പറഞ്ഞിട്ട് നോക്കിയിരിക്കുന്നു. എന്നിട്ട് അക്ബർ പറയുകയാണ്, ഇങ്ങനെ ഷാനവാസ് ഉറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ ഷാനവാസിന് ഫാൻസ് ഉണ്ടാവും, എന്തൊക്കെയായാലും ഉറങ്ങാതെ അവൻ ടാസ്ക് ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അധികമായി ചിന്തിക്കുന്നു. ഇവരൊരു അയൽക്കൂട്ടം ഗ്യാങ്ങാണെന്നൊക്കെ പറഞ്ഞാലും ഇവരൊക്കെ പരസ്പരം പാരയാണ് കേട്ടോ. ഇവർക്കൊക്കെ സ്വന്തം കാര്യം നോക്കണം. അത് ഓഫ് കോഴ്സ് ബി കളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണല്ലോ. എന്തായാലും ആ ഒരു രീതി മൈൻഡ് സെറ്റാണ്. എനിക്ക് അവരൊരു അയൽക്കൂട്ടമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ചിലപ്പോൾ അയൽക്കൂട്ടം ആയിട്ട് ഫീൽ ചെയ്യുന്നവർ തെറ്റ് പറയാനും ഇല്ല കേട്ടോ. അങ്ങനെ അവരവിടെ നിന്ന് സംസാരിക്കുന്നു. ഗിസേൽ അവിടെ ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അതാണ് അങ്ങനെ എപ്പിസോഡ് തീരുകയാണ്. ലൈവിൽ ഇപ്പോൾ ഉറങ്ങാതിരിക്കുകയാണ്. ഇപ്പോൾ ലൈവിൽ ഈ കറലി ഒനിയിലും അക്ബറും സരികയും ഒക്കെ ഉറങ്ങാതെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ സംഭവം. നമ്മുടെ ചാനലിൽ, അതായത് ബിഗ് ബോസ് വേർഡിക്റ്റ് എന്ന് പറഞ്ഞ ചാനലിൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 സംബന്ധിച്ചുള്ള ലൈവ് അപ്ഡേറ്റ്സ്, അതുപോലെ തന്നെ എലിമിനേഷൻ അപ്ഡേറ്റ്സ്, കറണ്ടി നടക്കുന്ന, അതായത് എപ്പിസോഡിൽ കാണിക്കാത്ത ഇൻസിഡൻസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള റിവ്യൂസ് ചെയ്യുന്നുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ എപ്പിസോഡ്സിൻ്റെ റിവ്യൂസ് കാണാവുന്നതാണ്. റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. നോൺ ബയാസ്ഡ് ആയിട്ട് ജെന്യുവിൻ ആയിട്ടുള്ള റിവ്യൂ തരാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കും. അപ്പോൾ ഓക്കെ, ബൈ, നാളെ കാണാം.